Hi, I'm Lincy. Welcome to my YouTube channel CraativeDIY Lincy. കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ട സാധനങ്ങളെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്കൊരു ബോട്ടിൽ വേണം, പിന്നെ ഫെവിക്കോൾ വേണം, പിന്നെ കുറച്ച് എഗ്ഷെൽസ് വേണം, പിന്നെ ഒരു പെയിൻറ്റ് ബ്രഷും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബോട്ടിൽ എടുക്കണം, പിന്നെ ഇത് ഉരുണ്ട് പോകാതിരിക്കാൻ പഴയ ഞാനൊരു എഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് സെക്യൂറായിട്ട് ഇരുന്നോളും. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എഗ്ഷെൽസ് ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിക്കാനായിട്ടാണ്, ഇവിടെയും പിന്നെ ഇവിടെയും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതും നോക്കാം. ആദ്യം കുറച്ച് ഗം എടുക്കണം. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, കുറേ അപ്ലൈ ചെയ്താൽ ഉണങ്ങാൻ ടൈം എടുക്കും. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എഗ്ഷെൽസ് എടുക്കണം. എഗ്ഷെൽസ് എടുത്തിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് വേണം. അപ്പം കുറേ ഗം അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഗ്യാപ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ അധികം ഗ്യാപ്പില്ലാതെ നല്ല ചെറിയ ഗ്യാപ്പ് ഉള്ള രീതിയിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്രഷിൻ്റെ എൻഡ് വെച്ചിട്ട് ആ മുട്ടത്തോട് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ കയ്യിലൊട്ടത്തില്ല. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ ബോട്ടം പോർഷനിൽ എഗ്ഷെൽസ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, റൗണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടാലറിയാം ഞാൻ അധികം ഗ്യാപ്പ് ഇടാതെ ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അധികം ഗ്യാപ്പ് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം അധികം ഗ്യാപ്പ് ഇട്ടാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബോട്ടിലിൻ്റെ ഇടയ്ക്കെല്ലാം കാണുകയും വേണം, എന്നാലേ ആ ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ പോർഷനിൽ നമുക്ക് എഗ്ഷെൽസ് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് എഗ്ഷെൽസ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്യുക, എന്നിട്ട് എഗ്ഷെൽസ് ഒട്ടിക്കാം. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഗ്ഷെൽസ് എളുപ്പത്തിൽ ഒട്ടിക്കാനായിട്ട് ഇത്രയും വലിയൊരു പീസ് എടുക്കുക, എന്നിട്ട് ഒറ്റ പ്രസ് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇതിൽ കിട്ടും. കാരണം ഇതിനൊരു കേവ് ഉള്ളത് കൊണ്ട്, എഗ്ഷെൽസ് ഒരു കേവ് ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ ഒരു കേവാണ് ബോട്ടിലിൽ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്തിട്ട് ബ്രഷ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചുകൂടെ കൊച്ചു പീസസ് വേണമെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി, സെയിം സമയത്തിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് എന്നിട്ട് ഈ ബ്രഷ് ഇട്ട് അത് അലൈൻ ചെയ്ത് ചെറിയൊരു ഗ്യാപ്സ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കൊച്ചു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ ഉള്ള മിക്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് ഫെവിക്കോൾ അതിൻ്റെ അകത്ത് ഇടണം. കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ ഇത് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോട്ടിലിൽ ആ എഗ്ഗ് ഒട്ടിച്ച സ്ഥലത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒരു കോട്ട് പോലെ, ഇപ്പോൾ നമ്മൾ വാർണിഷൊക്കെ അടിക്കത്തില്ല ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞത് സെയിം കേസിൽ ഈ എഗ്ഷെല്ലൊന്ന് സ്റ്റിഫായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. ഇപ്പോൾ ഇത് ഇച്ചിരി വാട്ടറി കൺസിസ്റ്റൻസി കൂടുതലായതുകൊണ്ട് ഇച്ചിരി അതുവഴി ഇതുവഴിയെല്ലാം ഒഴുകുന്നുണ്ട്. അപ്പം ഇച്ചിരിയും കൂടെ വെള്ളം കുറച്ചാൽ നല്ലതാണ്. കാരണം ഇത്രയും വേണ്ട, പക്ഷേ ഇത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഉണങ്ങാൻ ഇച്ചിരി ടൈം കൂടുതൽ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ബാക്കി ഒളിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മുകളിലത്തെ പോർഷനിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും ഈ ഗം ആൻഡ് വാട്ടർ മിക്സ്ചർ അപ്ലൈ ചെയ്തു. ഈ ഒലിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് പറഞ്ഞത് അതുപോലെ തന്നെ ടിഷ്യൂ ഇട്ട് ബാക്കി ക്ലീൻ ആക്കി എടുക്കണം. നല്ലപോലെ ക്ലീൻ ആക്കണം. ഇനിയിപ്പോൾ നമുക്കൊരു നനഞ്ഞ ടിഷ്യൂ ഇട്ടിട്ട് ഈ ഇടയ്ക്കത്തെ പോർഷൻ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. നല്ല കാണാൻ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. കാരണം ഗം തേച്ചിട്ട് അതിൻ്റെ പാടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതിപ്പം ഇങ്ങനെ നനഞ്ഞ ടിഷ്യൂ ഇച്ചിരി വെള്ളം എടുത്തിട്ട് നനച്ച് കഴിഞ്ഞാൽ അത് ശരിയാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉണങ്ങിയ ടിഷ്യൂ ഇട്ടിട്ട് അതങ്ങ് ഫുള്ളി തുടച്ചെടുത്ത് വൃത്തിയാക്കാൻ പറ്റും. കാരണം ബോട്ടിൽ നല്ലപോലെ തിളങ്ങിയാലേ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിലെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് വേണമെങ്കിൽ ഒരു മണി പ്ലാന്റൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് നമുക്കൊരു ഡെക്കോർ പീസായിട്ട് വെക്കാം. അല്ലെ ബോട്ടിൽ തന്നെയാണെങ്കിലും വേണേൽ വെക്കാം. അപ്പോൾ അതിങ്ങനെ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം അപ്പം തന്നെ കിട്ടും.